നോക്കൂ ശ്രീ എ റഹീം, പാർലമെന്റിനകത്ത് കിടന്ന് ഇതുപോലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയ വിഷയത്തിൽ ഇതുവരെയും സർക്കാർ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. സർക്കാരിനെ നയിക്കുന്ന പാർട്ടി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്തിനവരെ ടെലിവിഷൻ ചർച്ചകളിലേക്ക് പോലും വിളിച്ചാൽ അവർ വരുന്നില്ല. ഇപ്പോൾ പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആകണ്ട, ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും ശരി ആഭ്യന്തരമന്ത്രി പാർലമെന്റിനോട് പറയണ്ട എന്നൊരു സമീപനം സ്വീകരിക്കുന്നു ഒരു വശത്ത്, ഇതുപോലൊരു കാര്യം നടക്കുന്നു മറുവശത്ത്. എന്നിട്ട് പ്ലക്കാർഡ് പിടിച്ചു എന്നതിന്റെ പേരിലാണ് ലോക്സഭയിൽ MP-മാരെ സസ്പെൻഡ് ചെയ്തത്. പ്ലക്കാർഡ് പിടിച്ചാൽ സസ്പെൻഷന് പാത്രമാകാവുന്ന കുറ്റം, അതേസമയം MP-മാരുടെ ജീവന് പോലും അപായം ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള ഈ കൃത്യം നടത്തിയാൽ അതേക്കുറിച്ച് മിണ്ടാട്ടമില്ലതാനും. ഇതാണോ ഇന്ത്യയുടെ ആധുനിക പാർലമെന്ററി ജനാധിപത്യം? അല്ല, പ്ലക്കാർഡ് പിടിച്ചാൽ സസ്പെൻഷൻ, പാസ് കൊടുത്താൽ സസ്പെൻഷൻ ഇല്ല. ആധുനിക ജനാധിപത്യത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന ഒരു MBയെ എക്സ്പെൽ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു MBയെ ഇവരുടെ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് കൈപ്പൊക്കി ഒരു റെസൊല്യൂഷൻ മൂവ് ചെയ്ത് കൈപ്പൊക്കി പുറത്താക്കുകയാണ്. എന്താണ് ഏകപക്ഷീയമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതേസമയം അതേ ലോക്സഭയിൽ ഡാനിഷ് അലി എന്ന് പറയുന്നൊരു MB, അയാൾ വംശീയാധിക്ഷേപം നേരിട്ടു. പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MB അദ്ദേഹത്തിന്റെ മതത്തിന്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുന്നത്. ഒരു BJP MBയാണ് അത് ചെയ്തത്. അതിനെതിരെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു പ്രിവിലേജുമില്ല, ഒരു കാര്യവുമില്ല. ഇനി ഇന്നലെ ഈ പറയുന്ന പാസ് കൊടുത്തു എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ പറഞ്ഞുകൂടെ, മൈസൂറിന്റെ MB BJPയുടെ MBയാണ് പാസ് കൊടുത്തത്. തിരിച്ചു വല്ലതും ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ അവസ്ഥ? നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണത്. അപ്പോൾ ആ മൈസൂറിലെ MBക്ക് ഒരു നോട്ടീസും ഇല്ല, വിശദീകരണവും ഇല്ല, താക്കീതും ഇല്ല, ഒന്നുമില്ല. ഇന്ന് ലോക്സഭയിൽ സസ്പെൻഡ് ചെയ്തു. രാജ്യസഭയിൽ നിന്ന് സംഭവിച്ചെന്താണ്? ലോക്സഭയിലെ കാര്യങ്ങൾ ശ്രീ രാജ്ഭവൻ ഉണ്ണിത്തൻ വിശദീകരിച്ചു. എന്താ രാജ്യസഭയിൽ സംഭവിച്ചത്? രാവിലെ തന്നെ 267 വെച്ച് ഞങ്ങളെല്ലാവരും നോട്ടീസ് കൊടുത്തിരുന്നു, സസ്പെൻഡ് ചെയ്യണം, ഇത് ഡിസ്കസ് ചെയ്യണം. മാത്രമല്ല ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് ഇത് സംബന്ധിച്ച് പ്രസ്താവന നടത്തണം. ഞങ്ങളിതാണ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്ക് ചർച്ച ചെയ്യണം ഈ വിഷയത്തെ സംബന്ധിച്ച്. BJPക്കായിരിക്കുമല്ലോ ചർച്ചയിൽ കൂടുതൽ സമയം കിട്ടുക, എണ്ണം വെച്ചിട്ട്. അപ്പോൾ അവർ ചർച്ച ചെയ്തോട്ടെ. നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാം, ഗവൺമെന്റിന് പറയാനുള്ളത് ഗവൺമെന്റിന് കേൾക്കാം. അത് പബ്ലിക് ഡൊമൈനിലേക്ക് വരികയല്ലേ? ഇപ്പോൾ ജനങ്ങൾ രാജ്യമാകെ ആശങ്കപ്പെട്ട ഒരു സുരക്ഷാ വീഴ്ച, ആ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പാർലമെന്റിന്റെ ഫ്ലോറിൽ വന്നുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന ജനാധിപത്യപരമായ മിനിമം ആവശ്യമാണ് ഞങ്ങൾ വെച്ചത്. അതിനവർ തയ്യാറാകുന്നില്ല. എന്ന് മാത്രമല്ല, രാവിലെ മുതൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആവശ്യപ്പെടുകയാണ് മൈക്ക്. നിങ്ങൾ ആലോചിക്കണം, ലീഡർ ഓഫ് ഒപ്പോസിഷന് ഒരു വേള പോലും ഇന്ന് രാജ്യസഭയിൽ മൈക്ക് കൊടുത്തില്ല. എത്ര ജനാധിപത്യ വിരുദ്ധാണ്, എത്ര ധിക്കാരാണ്. ഞങ്ങളെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി. വെളിയിലിറങ്ങാൻ പാടില്ല. സഭാ നടപടികൾ ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഒരു കാരണവശാലും ആർക്കും തടസ്സപ്പെടുത്താനാകില്ല എന്നുള്ള ധാർഷ്ട്യവും ധിക്കാരവും ഇത് പൊളിഞ്ഞ ദിവസമാണ്. അതിൽ വെളിയിലിറങ്ങി എത്ര ബഹളം ഉണ്ടാക്കിയാലും, ആരൊക്കെ വെളിയിലേക്ക് ഇനി കുതിച്ചു വന്നാലും ഒരു കാരണവശാലും നടുത്തളത്തിലിറങ്ങിയതിൻ്റെ പേരിൽ സഭാ നടപടികൾ മുടങ്ങേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസം. അങ്ങനെയായിരുന്നു അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പാർലമെന്റ്. സുരക്ഷയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ കാരണം സഭാ നടപടികൾ മുടങ്ങാൻ പാടില്ല എന്ന നിശ്ചയത്തിൽ അവർ രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു. അതാണിന്ന് പൊളിഞ്ഞ ദിവസം കൂടിയാണിന്ന്. പാർലമെന്റിലെ ഇരുസഭകളും ഇന്ന് പ്രതിഷേധത്തിൽ നിർത്തിവെക്കേണ്ടി വന്നു. രാജ്യസഭയിലെ എല്ലാവരും നടുത്തളത്തിലേക്ക്, മുഴുവൻ നേതൃത്വവും നടുത്തളത്തിലേക്ക് പോയി. ഡെറിക് ഒബ്രയനെ തിരഞ്ഞു പിടിച്ചവർ സസ്പെൻഡ് ചെയ്തു. അത് വീണ്ടും ഒരു എക്സ്ട്രീമായി ഒരു ഘട്ടം കൂടി കടന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ്. അതിനുശേഷം പിന്നെയും അദ്ദേഹത്തിനെതിരെ വേറൊരു മോഷൻ മൂവ് ചെയ്തു. എന്നിട്ട് പ്രിവിലേജ് മോഷൻ കൂടി കൊണ്ടുവന്ന് അതും പാസ്സാക്കിയിരിക്കുകയാണ്. അപ്പോൾ കൈ ഉയർത്തി പാസ്സാക്കാനുള്ള നമ്പർ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് രാജ്യസഭയിലും ലോക്സഭയിലും ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണ്. ഇന്ന് ലീഡർ ഓഫ് ഒപ്പോസിഷന് മൈക്ക് കൊടുക്കാതിരുന്ന നിലപാട് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. ഇനി സഭാ നേതാവിന് സംസാരിക്കാൻ വേണ്ടി മൈക്ക് കൊടുത്തു. പീയൂഷ് ഗോയൽ എഴുന്നേറ്റു സംസാരിക്കുന്നു. അതേസമയം വീണ്ടും ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആവശ്യപ്പെടുകയാണ്, എനിക്ക് മൈക്ക് വേണം, എനിക്ക് സംസാരിക്കാനുണ്ട്. കൊടുത്തില്ല മൈക്ക്. എത്ര ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജനാധിപത്യ വിരുദ്ധ തുടരുന്നത്? ഇത് ജനം കാണണം, ഈ നാട് കാണണം. ജനാധിപത്യത്തോട് പരമപുച്ഛമാണ് ഇവർക്ക്, അങ്ങേയറ്റത്തെ പുച്ഛം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ ഇന്നലെ വിശദീകരിച്ചതാണ്. ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പാർലമെന്റ് പുതിയ മന്ദിരം പണിതത് സുരക്ഷ എന്ന് പറഞ്ഞിട്ടാണ്. ഒരു സുരക്ഷയുടെ യാതൊരു സാധ്യതയും അവിടെയില്ല. ഇല്ല എന്ന് മാത്രമല്ല, പാർലമെന്റിനെ വളരെ നിസ്സാരവൽക്കരിച്ചാണ് സുരക്ഷയെക്കുറിച്ച് കാണുന്നത്. ഇവർക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന പാർലമെന്റിന് സുരക്ഷ കൊടുക്കാൻ കഴിയാത്ത ഇവർക്ക് എങ്ങനെയാണ് രാജ്യത്തിന് സുരക്ഷ കൊടുക്കാൻ കഴിയുക? ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്.